ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ലേ. അതിനുവേണ്ടി നമ്മൾ കുറേ അധികം ക്യാഷസ് ഒക്കെ ചിലവാക്കാറുണ്ട്. പല തരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാറുണ്ട്. ഈവൻ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ബ്ലെമിഷേഴ്സോ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരം പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്റ്റെപ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സ്റ്റെപ്സ് ഉണ്ടോയെന്ന്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് 7 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് അച്ചീവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരുപാട് എന്താ പറയുക, പണിപ്പെട്ട പണിയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യണം. ഒരിക്കലും നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ക്ലെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ദിവസത്തിൽ നമ്മൾ 2 പ്രാവശ്യം, അതായത് 2 വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ആൻഡ് അതേപോലെ തന്നെ നൈറ്റും, അതായത് AM ആൻഡ് PM റുട്ടീനിൽ. പിന്നെ എപ്പോഴും നിങ്ങളുടെ സ്കിന്ന് ഇൻ കേസ് ഒരു ആക്നി പ്രൂൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലെൻസേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് വേണം ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ ഇൻഗ്രീഡിയൻസും നമ്മൾ അതേപോലെ തന്നെ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ. ഈ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ല. നമ്മൾ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 1, അതായത് 1 or 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ്ഡ് ആക്കാതിരിക്കാനും അൺക്ലോഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഓവറായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അത് നേരെ മറിച്ച് ബാഡായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബാരിയറൊക്കെ ഒന്ന് ഡിസ്റ്റർബ് ആകും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഓവർ എക്സ്ഫോളിയേഷൻ കൊള്ളുകയല്ല, നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആക്കാനൊക്കെ തുടങ്ങും. പിന്നെ pH ഒക്കെ ഡിസ്റ്റർബ് ആകും. പിന്നെ ക്ലെൻസ് ചെയ്യുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ക്ലെൻസ് യൂസ് ചെയ്യുമ്പം, അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇംപ്യൂരിറ്റീസും ഡേർട്ടും ജേംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോണം പുറന്തള്ളും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ക്ലെൻസ് ചെയ്യുക, എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്റ്റെപ്സാണ് ഈ സ്റ്റെപ്പ്. ഇത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്നുമല്ല, അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ്. ചിലർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടാകും, അതായത് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഫേസ് തൊട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ തൊടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ കൈ എന്ന് പറയുന്നത് കുറേ അധികം ജേംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും നല്ല രീതിക്ക് വാഷ് ചെയ്താലും പലതരത്തിലുള്ള നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ജേംസും ബാക്ടീരിയാസൊക്കെ ഉണ്ടാകും. സോ നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ജേംസും ബാക്ടീരിയാസൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് എൻ്റർ ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ചാൻസസ് എന്നല്ല, എന്താണെങ്കിലും എൻ്റർ ആവും. സോ അങ്ങനെ എൻ്റർ ആകുമ്പം പിമ്പിൾസ്, ആക്നീസ്, ബ്രേക്ക്ഔട്ട്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴെപ്പോഴും കൂടെ നമ്മുടെ ഫേസിൽ നമ്മൾ ജസ്റ്റ് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊടുന്ന സ്വഭാവം ഒന്ന് മാറ്റുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ടത്ര സ്ലീപ്പ് വേണം. അതായത് നമുക്ക് എന്താ പറയുക, സ്ലീപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കോളജൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇല്ലേ, ഭയങ്കര കുറവായിരിക്കും. കോളജൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലത്തെ കാര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ സാഗിങ് ഉണ്ടാവും. പിന്നെ പ്രീമച്വർ ഏജിങ് ഫീൽ ചെയ്യും. നമുക്കുള്ള വയസ്സിനെക്കാട്ടിലും കൂടുതൽ പ്രായം തോന്നിക്കാന്ന് പറയല്ലേ, അതാണ് പ്രീമച്വർ ഏജിങ് ഭയങ്കരമായിട്ട് തോന്നിക്കും. അങ്ങനത്തെ പല പ്രോബ്ലംസ് വരും. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങും. അതായത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം ഉള്ളെങ്കിലാണ് നമ്മുടെ സ്കിന്ന് യൂത്ത്ഫുൾ ആയിട്ട് യങ്ങായിട്ടിരിക്കുക. ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഈ കോളേജിൻ്റെ ലോസ് കൊണ്ടിട്ടാണ് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ സ്കിന്നൊക്കെ ഭയങ്കര സാഗിയായിട്ട് വലിഞ്ഞ് തൂങ്ങി വയസ്സായ ആൾക്കാരെ പോലെ ചുക്കി ചുളിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് നീഡലായിട്ടുള്ള, അതായത് മാക്സിമം നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കം കുറവാണെങ്കിൽ ഇങ്ങനത്തെ പല പ്രോബ്ലംസും, പിന്നെ ബ്രേക്ക് ഔട്ട്സും, പിന്നെ സ്കിന്നിൻ്റെ പലതരത്തിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും.
സോ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നല്ല രീതിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ തന്നെ ഏറെക്കുറെ നമുക്ക് നല്ലൊരു സ്കിന്ന് കിട്ടാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറക്കക്കുറവ് കൊണ്ടിട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി പോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ട് മാറാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഹൈഡ്രേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ നീഡഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വാട്ടർ കുടിക്കുക. മിനിമം ഒരു 2.5 ലിറ്റർ എങ്കിലും വെള്ളം നമ്മൾ ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ടോക്സിക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പുറം തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോയിങ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നല്ല രീതിക്ക് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലെവലൊക്കെ നല്ല പ്രോപ്പർ വേയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പിമ്പിൾസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. ആ പിമ്പിൾസ് ഒക്കെ നിങ്ങളിങ്ങനെ പോപ്പ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പോഴേ നമ്മുടെ പോഴ്സിൽ തങ്ങിക്കിടന്നിട്ട് അവിടെ ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും സ്കാസിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ പിമ്പിൾസ് ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് കളയാതിരിക്കുക. ആ ഒരു ബാക്ടീരിയാസും ജേംസൊക്കെ നമ്മുടെ കയ്യിലുള്ളത് നേരെ ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഈ പിമ്പിൾസ് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പഴുപ്പ് മേ ബി അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വീണ്ടും പിമ്പിൾസ് ഒക്കറി ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിമ്പിൾസ് വന്നെങ്കിൽ മാക്സിമം നിങ്ങൾ പോപ്പ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്സാണ്. പക്ഷേ നമ്മളിത് കൺട്രോൾ ചെയ്തേ മതിയാവും. അതായത് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. മറ്റൊന്നുമല്ല, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് പെയിലാക്കും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസ്, അതായത് നമുക്കറിയാം സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴും ടെൻഷൻസൊക്കെ കാരണം അത് നല്ല രീതിക്ക് നമ്മളെ ബാധിക്കും. ഈ ഒരു സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടിട്ട് നമ്മുടെ പ്രീമച്വർ ഏജിങ് ഉള്ള പ്രോബ്ലങ്ങളൊക്കെ ഒക്കർ ചെയ്യും. അതായത് അകാല വാർദ്ധക്യം പോലത്തുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഒക്കെ വരിക, പിന്നെ അണ്ടർ ഐ ബാഗ്സ്, അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്കുണ്ടാവും. സോ സ്ട്രെസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മെഡിറ്റേഷനും ഈ ഫിസിക്കൽ എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുമ്പം ഒന്ന് നമ്മുടെ മൈൻഡിനെ കാം ഡൗൺ ആക്കും. അതോടൊപ്പം തന്നെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്സസ് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് ഒന്ന് കുറയ്ക്കാൻ പറ്റും. ടെൻഷൻസും സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്, നമുക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷേ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ്, ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 7 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 7 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുള്ള സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും നമ്മുടെ ഫേസ്. അപ്പോൾ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക, എക്സ്ഫോളിയേഷൻ ചെയ്യുക. അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ വൺസ് ഒക്കെ ചെയ്താൽ മതി. പിന്നെ ഹൈഡ്രേറ്റഡ് ആക്കുക. പിന്നെ പിമ്പിൾസ് വന്നാൽ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ഫേസിൽ കൂടെ തൊടാണ്ടിരിക്കുക. പിന്നെ സ്ട്രെസ്സൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. പിന്നെ ഒരു സ്റ്റെപ്സ് എന്ന് വെച്ചാൽ പറഞ്ഞു വന്നപ്പോൾ മറന്നുപോയി, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.